കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. 18-19 വയസ്സുള്ള സ്വാതന്ത്ര്യം അറിഞ്ഞു തുടങ്ങുന്ന പ്രായത്തിലുള്ള ആൺകുട്ടികളെ അനുസരണയുള്ള പട്ടാളക്കാർ ആക്കുന്ന രീതി ഒട്ടും ദയയില്ലാത്ത ഒരു പ്രോസസ്സാണ്. കരയുന്ന ആൺകുട്ടികളെ കാണാൻ ട്രെയിനിങ് ക്യാമ്പുകൾ നോക്കിയാൽ മതിയാവും. നാട്, വീട്ടുകാർ, കൂട്ടുകാർ എല്ലാ ഓർമ്മകളും അവരെ വിഷമിപ്പിക്കും. 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ കൊച്ചു പട്ടാളക്കാർ മണിക്കൂറുകളോളം പരാതിയില്ലാതെ ഭാരമേറിയ തോക്കുമായി നിൽക്കാൻ പഠിച്ചിരിക്കും. 45-46 ഡിഗ്രി ചൂടിലും ഉച്ചയ്ക്ക് റൺവേയിൽ തലകറങ്ങി വീഴാതെ ജോലി ചെയ്യാൻ ശീലിച്ചിരിക്കും. കൊടുന്തണുപ്പത്ത് രാത്രി 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് തൻ്റെ ഷിഫ്റ്റ് ചെയ്യും. 1000-ൽ കൂടുതൽ കിലോമീറ്ററുകൾ ട്രെയിനിൽ സീറ്റില്ലാതെ പരാതിയില്ലാതെ യാത്ര ചെയ്യും. ഒരു പട്ടാളക്കാരൻ വീടിനും നാടിനും വേണ്ടി കളയുന്നത് അവൻ്റെ യൗവനം മാത്രമല്ല, കൗമാരം കൂടിയാണ്. നാടിനെ കാക്കുന്ന, നമ്മെ കാക്കുന്ന എല്ലാ പട്ടാളക്കാർക്കും ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞങ്ങൾ 90 സ്റ്റുഡൻസ് എലോങ് വിത്ത് അവർ ബിലോഡ് ക്ലാസ് ടീച്ചർ സൈനിങ് ഇൻ റേഡിയോ പ്രിയോർ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സംഗീതം ഏത് പ്രക്ഷുബ്ധമായ മനസ്സിനെയും ശാന്തമാക്കാൻ കഴിവുള്ള ഔഷധം. കാലാകാലങ്ങളിൽ സംഗീതത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ശുദ്ധ സംഗീതവും ശ്രുതിമധുരമായ സംഗീതവും കൽപ്പാന്ത കാലത്തോളം മനസ്സുകളെ കീഴടക്കും. മനസ്സിന് കുളിർമേകുന്ന ഒരു ഗാനവുമായി എത്തുന്നു ആൻഡ്രിയ മെൻഡസ്. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ താരേ, മൂടിയിഴ കൂതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയ താരേ. അവളുടെ മിഴിയിൽ കരിമഷയാലെ കനവുകളെഴുതിയ താരേ, നിനവുകളെഴുതിയ താരേ. അവളെ തരളിതയാക്കിയ താരേ. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. മിഴി പെയ്തു തോർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയ താരേ, ദലമർമരം നേർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയ താരേ. അവളുടെ കവിളിൽ തൊടുവിരലാലെ കവിതകളെഴുതിയ താരേ,
മാറിയതാരേ വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. ആർമി ദിനത്തോടനുബന്ധിച്ച് സന്ദേശം നൽകുന്നു ആഗ്നസ് അനീറ്റ. ജനുവരി 15 നാം ഇന്ത്യൻ ആർമി ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ആർമി ഇന്ത്യൻ സായുധ സേനയുടെ ഏറ്റവും വലിയ വിഭാഗമാണ്. രാജ്യത്തിൻ്റെ കരാതിർത്തികൾ സംരക്ഷിക്കുക, ഭീകരതയെ നേരിടുക, സമാധാന പരിപാലനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ധർമ്മങ്ങൾ. രാഷ്ട്രപതിയാണ് പരമോന്നത കമാൻഡർ. ശത്രു ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര ഭീഷണികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. ധീരത, അച്ചടക്കം, വൈവിധ്യത്തിൽ ഏകത്വം എന്നിവയ്ക്ക് പേര് കേട്ടതാണിത്. 1895 സ്ഥാപിതമായ ഇന്ത്യൻ ആർമിക്ക് അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം സ്വയം സേവിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ സേവാ പരമോ ധർമ്മ എന്നാണ്. അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും അടിയന്തര ഘട്ടത്തിൽ സിവിൽ അധികാരികളെ പിന്തുണയ്ക്കുന്നതിനും ആഗോള സ്ഥിരതയിൽ ഇന്ത്യയുടെ പങ്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവർ നൂതന സാങ്കേതിക വിദ്യകളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ സൈന്യം ആഗോളതലത്തിൽ 4ാമത്തെ ശക്തമായ സൈന്യമാണ്. കഴിവും വൈവിധ്യവും അടിസ്ഥാനമാക്കിയാണ് സൈനിക റെജിമെൻറ്റുകളെ വിഭജിക്കുന്നത്. പരംവീര ചക്ര, മഹാവീര ചക്ര, വീരചക്ര തുടങ്ങിയ ധീരതാ മെഡലുകൾ നൽകി സേനയെ ആദരിക്കുന്നു. നമ്മുടെ സായുധ സേന പാകിസ്ഥാനുമായി 3 യുദ്ധങ്ങളും ചൈനയുമായി 1 യുദ്ധവും നടത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും അവർ സഹായിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ സൈനികർ തങ്ങളുടെ ജോലിയിൽ വളരെയധികം അഭിമാനിക്കുന്നവരും രാജ്യത്തെ സേവിക്കാൻ സമർപ്പിതരുമാണ്. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നീ എന്നു വരും, നീയില്ലാതെ ഈ വീട് ശൂന്യമാവുന്നു. വിദൂരങ്ങളിലിരുന്ന് ഇത് വായിക്കുന്ന പട്ടാളക്കാരൻ്റെ മനസ്സിൻ്റെ പൊള്ളൽ ഒപ്പിയെടുത്ത ഒരു ഗാനവുമായി എത്തുന്നു 9Dയിലെ കൂട്ടുകാർ. संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये दिल सोना सोना है. संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये दिल सोना सोना है. किसी दिल वाली ने, किसी मत वाली ने हमें खत लिखा है, ये हमसे पूछा है. किसी की सांसों ने, किसी की दाकन ने, किसी की चूड़ी ने, किसी की कनकन ने, किसी के गजरे ने, किसी के गजरे ने, महकती सुबहों ने, मचलती शामों ने, अकेली रातों ने, अधूरी बातों ने, तरसती बाहों ने, और पूछा है तरसी निगाहों ने कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये दिल सोना सोना है. संदेशे आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे,
कि तुम बिन ये दिल सोना सोना है. ചില കഥകൾ അങ്ങനെയാണ്. വായിച്ചു കഴിഞ്ഞാലും 2 ദിവസമെടുക്കും അതിനൊരു ഹാങ് ഓവർ മാറാൻ. അത്തരമൊരു കഥയുടെ റിവ്യൂമായി എത്തുന്നു അനുശ്രീ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ എന്ന കഥ മലയാള സാഹിത്യത്തിലെ ഏറ്റവും നിസ്സംഗവും അതേസമയം ഏറ്റവും ആഴമുള്ള മാനവിക രേഖകളിലൊന്നാണ്. വലിയ പ്രഭാഷണങ്ങളോ മതചർച്ചകളോ ഇല്ലാതെ മനുഷ്യബന്ധങ്ങളുടെ സുതാര്യമായ സൗന്ദര്യം അതീവ ലളിതമായി പറയുന്ന ഒരു കഥ. കിട്ടച്ചോക്കോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഈഴവൻ. ബഷീർ പറയുമ്പോൾ തന്നെ നമുക്ക് ആ മനുഷ്യനെ കണ്ണിനു മുന്നിൽ കാണാം. വായിൽ പല്ലുകളില്ലാത്ത 70 കടന്ന പ്രായമുള്ള 25 സെന്റ് സ്ഥലത്തെ ചെറിയ വീട്ടിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ജീവിതം മുഴുവൻ ഒതുക്കി പാർക്കുന്ന ഒരു വൃദ്ധൻ. പക്ഷേ കിട്ടൻ വെറുമൊരു വൃദ്ധൻ മാത്രമല്ല, അവനൊരു പൊതുമാന്യനാണ്. ചുറ്റുമുള്ള മുസ്ലിം വീടുകളിൽ കല്യാണമുണ്ടെങ്കിൽ പന്തലിടാൻ കിട്ടനുണ്ടാകും. സദ്യയുണ്ടെങ്കിൽ ഓടി വന്ന് കൈത്താങ്ങാകും. വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിട്ടച്ചോക്കോനെ വിളിച്ചോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. മതം, ജാതി, പേര് ഇവയൊന്നും കിട്ടനെ മനുഷ്യനായി നിലനിൽക്കുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. കിട്ടന്റെ വീടിന് മുന്നിലുണ്ടായിരുന്ന 70 സെന്റ് തെങ്ങും പറമ്പ് ബഷീറിന്റെ ഉമ്മയുടെ കുടുംബസ്വത്താണ്. ആ പറമ്പിന്റെ മൂലയിൽ നിൽക്കുന്ന ഒരു കാനിരമരം, അത് വെറുമൊരു മരമല്ല. കാനിരത്തിന്റെ ചുവട്ടിൽ കരിങ്കലിൽ കൊത്തിയ സർപ്പവും ചില വിഗ്രഹങ്ങളും. ചുറ്റും തൊണ്ടിപ്പഴം കായ്ക്കുന്ന കാട്. മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കൽ കിട്ടൻ അവിടെ വരും. വിളക്കും വെക്കും, നിശബ്ദമായി പൂജ ചെയ്യും. ആ പൂജ ബഷീറിന്റെ വീട്ടുകാരുടെ വിശ്വാസമല്ല. എങ്കിലും ആർക്കും അതൊരു പ്രശ്നമായിരുന്നില്ല. ഒരു ദിവസം ഒരു ആളെത്തി കാനിരത്തിന് വില പറഞ്ഞു. ഉമ്മ പറഞ്ഞു, അതിപ്പോ വിൽക്കണ്ട, കിട്ടച്ചോക്കാൻ അതിന്റെ ചുവട്ടില് പൂജ നടത്തുന്നുണ്ട്. ചോദ്യം വന്നു, നിങ്ങളുടെ പറമ്പല്ലേ, നിങ്ങളുടെ മരമല്ലേ? ഉമ്മയുടെ മറുപടി അതിലേറെ മനുഷ്യരായിരുന്നു. അതെ, എന്നാലും കിട്ടച്ചോക്കോന് എന്റെ ബാപ്പാനെ കാണ പ്രായമുണ്ട്. പിന്നെ ചോദ്യം ബാപ്പയോടായി, നിങ്ങൾ പൂജയിൽ വിശ്വസിക്കുന്നുണ്ടോ? ബാപ്പയുടെ മറുപടി ഇന്നത്തെ കാലത്തിന് ഒരു പാഠമാണ്. ഇല്ല, പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കാൻ വിധിയുണ്ട്. അങ്ങനെ ആ കാനിരം മുറിച്ചുള്ള വിൽപ്പന നടന്നില്ല. ഒരു മനുഷ്യന്റെ വിശ്വാസം ഒരു മരത്തിന്റെ വിലയേക്കാൾ വലുതായി. കാലം കടന്നു. കിട്ടൻ മരിച്ചു. ശവം അവന്റെ ജനന സ്ഥലത്തേക്ക് ദൂരെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ദഹിപ്പിച്ചു. പിന്നീട് കാനിര ചുവട്ടിൽ പൂജ നടന്നോ എന്നതിലേക്ക് ആരും ശ്രദ്ധിച്ചില്ല. ഒരിക്കൽ മാധവി, കിട്ടന്റെ ഭാര്യ, വന്ന് ഉമ്മയോട് ചോദിച്ചു, കൊച്ചമ്മോ, ആ കാനിരം മുറിച്ചു വിൽക്കാത്തതെന്താ? നല്ല വില കിട്ടുകില്ലേ? ഉമ്മ ചോദിച്ചു, അപ്പ അവിടെ പൂജ നടത്തണ്ടേ? മാധവിയുടെ മറുപടി ഹൃദയം നനയിക്കുന്നതാണ്. വേണ്ട കൊച്ചമ്മോ, കിട്ടച്ചോക്കോൻ മരിക്കാൻ കിടക്കുമ്പോ കാനിരച്ചോട്ടിലുള്ളത് എടുത്തു മാറ്റാൻ പറഞ്ഞു. ഞങ്ങളതെല്ലാം എടുത്ത് ഞങ്ങളുടെ മാഞ്ചോട്ടിൽ വെച്ചു. മരിക്കുന്നതിനു മുമ്പ് കിട്ടച്ചോക്കോൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിച്ചു. ഇതാണ് ബഷീർ, ഇതാണ് മലയാളത്തിന്റെ ആത്മാവ്. ഇവിടെ ആരും മതം മാറുന്നില്ല, ആരും സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല. പകരം മറ്റൊരാളുടെ വിശ്വാസത്തെ മനുഷ്യനായി മാനിക്കുന്നു. ഇന്ന് മതസ്പർദ്ധ എന്ന വിഷം നമ്മുടെ പൊതുബോധത്തെ മുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഓർമ്മയുടെ അറകൾ ഒരു കഥയല്ല, ഒരു കണ്ണാടിയാണ്. നമ്മൾ എവിടെയായിരുന്നു, എവിടേക്കാണ് വഴിതെറ്റിപ്പോയത് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു നിശബ്ദ ഓർമ്മ. ഈ കഥ വായിക്കാതെ പോകുന്നത് അജ്ഞതയായിരിക്കും, പങ്കുവെക്കാതെ പോകുന്നത് ഒരു പാപമായി തീരുമെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പാചകം ഒരു കലയാണ്. നന്നായി പാചകം ചെയ്ത് ഭക്ഷണം നൽകുന്നവരെ ഏവർക്കും ഇഷ്ടമാണ്. കൃത്യമായ സാധനങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായി കൃത്യസമയത്ത് ചേരുമ്പോൾ ഭക്ഷണം രുചികരമാകുന്നു. രുചികരമായ ഒരു ഫുഡ് റെസിപ്പിയുമായി എത്തുന്നു അയന. നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്
ഇളനീർ പുഡിംഗ്. ആവശ്യമായ സാധനങ്ങൾ: കരിക്കിൻ വെള്ളം, ചൈന ഗ്രാസ് അഥവാ ജലാറ്റിൻ, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, പാല്. ഉണ്ടാക്കേണ്ട വിധം: സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് ഗ്യാസ് ഓണാക്കി കരിക്കിൻ വെള്ളം ചൂടാക്കുക. അതിലേക്ക് ചൈന ഗ്രാസ് അഥവാ ജലാറ്റിൻ ഇട്ട് ലയിപ്പിക്കുക. ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി ഫ്രിഡ്ജിൽ മാറ്റിവയ്ക്കുക. ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് കരിക്ക്, പഞ്ചസാര, പാൽ, വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് അടിക്കുക. ഒരു ബൗളിലേക്ക് ഈ മിക്സ്ചർ പകർത്തുക. ഫ്രിഡ്ജിൽ മാറ്റിവെച്ച കരിക്കിൻ വെള്ളം ജെല്ലിയായിട്ടുണ്ടാകും. അത് ക്യൂബായി കട്ട് ചെയ്യുക. അത് മിക്സ്ചറിലേക്കിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുക. സെറ്റാക്കിയതിനു ശേഷം ഗാർണിഷിങ്ങിനായി ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് സെർവ് ചെയ്യുക. പൂജയ്ക്കായി പൂവം കൊണ്ട് ക്ഷേത്രത്തിൽ പോയ ഈറൻ മേഘത്തിലെ കവി ഭാവനയെ മലയാളക്കര നെഞ്ചോട് ചേർത്തത് വരികളിലെ സാഹിത്യം കൊണ്ട് മാത്രമല്ല, ഈണത്തിലെ ശുദ്ധ സംഗീതം കൊണ്ടുകൂടിയാണ്. ചിത്രം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിക്കുന്നത് ലേന മഹേഷ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും ശോഭാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. വെൺമേഘഹംസങ്ങൾ തൊഴുതു വലം വെച്ചു സിന്ദൂരം വാങ്ങുന്നു ഈ സന്ധ്യയിൽ. നെറ്റിയിൽ ചന്ദനവും തൊട്ടു നീ അണയുമ്പോൾ മുത്തം കൊണ്ട് കോഴി ചാർത്തിക്കും ഞാൻ. വേളയ്ക്ക് ചൂടുവാൻ പൂ പോരാതെ മാനത്തും പിച്ചകപ്പൂ വിരിഞ്ഞു. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും ശോഭാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നൊമ്പരത്തിൽ മുങ്ങിയ താരാട്ടുകൾക്ക് ആത്മാവിൻ്റെ ഈണമാണ്. നാടൻ പാട്ടിലെ താരാട്ടുമായി നോയൽ മനോജ്. മാനത്തെ മാറിക്കൂറുണ്ടേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കീടാങ്ങൾ വാവുറങ്ങാരാരോ, വാവാവം പാടിയുറക്കാനില്ലേ മുന്നമ്മയൻ പൊന്നേ, സാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരാരോ, മാമൂട്ടാണിങ്കും കൊണ്ടേ മാറു ചുരുങ്ങുണ്ടേ ചെല്ലപ്പുള്ളേ, നെഞ്ചോരം പാടിയുറക്കാനുള്ള കരഞ്ഞേ ചെല്ലപ്പുള്ളേ. കുഞ്ഞി
കുഞ്ഞിക്കാൽ പിച്ച പിച്ച തത്തി തത്തി നീ നടന്നേ, ഇന്നെൻ്റെ കണ്ണു നനഞ്ഞേ ഉള്ളു നിറഞ്ഞേ ചെല്ലപ്പിള്ളേ. കുഞ്ഞിക്കൈ തപ്പോ തപ്പോ താളം കൊട്ടി നീ ചിരിച്ചേ, കണ്ടെൻ്റെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കണ്ണിപ്പൊന്നേ. പുഞ്ചിരിക്ക് കണ്ണേ അമ്മയുണ്ടു മേലേ, കണ്ണു ചിമ്മും താരകമായി ദൂരേ. മാനത്തെ മാറിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കേടാങ്ങൾ വാവുറങ്ങാരോ. ഭാവം പാടിയുറക്കാനില്ലെന്നമ്മയിൻ പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൽ നീ ഉറങ്ങാരോ. മാനത്ത് രാഗി പാറി കണ്ണേറിയും ചെമ്പരുന്തേ, വീഴല്ലേ നിന്റെ നിഴലിൻ്റെ കുഞ്ഞു കുഞ്ഞാറ്റകളൊക്കെക്കാണേ. മുത്തപ്പന്മാരെ തേടി ചാവിന്മേൽ തീണ്ടിപ്പതിച്ചേ, തായില്ല തങ്കക്കൂടങ്ങളെ കാക്കണേ പോറ്റേ നീ മാരിയമ്മേ. പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ടു മേലേ, കണ്ണു ചിമ്മും താരകമായി ദൂരേ. സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് 90യിൽ നിന്നും ആൻ്റണി ഹാരിൻ ജൂഡി. ക്രിസ്മസ് അവധിക്കു ശേഷം ക്ലാസുകൾ ആരംഭിച്ചു. 10ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ് PTA സംഘടിപ്പിച്ചു. 25-26 അധ്യയന വർഷത്തെ സ്കൂൾ വാർഷികോത്സവം ഇഷ്ടല്ല 26 വർണ്ണഭമായ ചടങ്ങുകളോടെ നടത്തപ്പെട്ടു. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറുമായ അക്ഷയ രാജ് IRS വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രിയും സെന്റ് ഫിലോമിനാസ് പൂർവ്വ വിദ്യാർത്ഥിയുമായ PK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. സ്കൂളിൽ SPC യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച് അദ്ദേഹത്തിൽ SPC കേഡറ്റുകൾ ആദരവുകൾ അർപ്പിച്ചു. റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പരിസരം രാത്രിയിലും പ്രകാശപൂർണ്ണമായിരിക്കുന്നതിനു വേണ്ടി 4 സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കാത്തിരിപ്പുകൾക്ക് പ്രതീക്ഷയുടെ തിളക്കമുണ്ട്, സ്നേഹത്തിന് നനവുണ്ട്, വിരഹത്തിന് നോവുണ്ട്. അത് തമ്മിൽ നിന്നും ഏറെ അകലെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഇനി അഥവാ റേഡിയോ പ്രിയോറിൻ്റെ പുതിയ എപ്പിസോഡായാലും കാത്തിരിക്കാൻ ഒരു സുഖമാണ്. So we 90 students along with our Dagi Miss signing off Radio Prior. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ